ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിനക്കത്തൂർ കാവിലേക്കാണ് കേട്ടോ. നമ്മൾ പൂരം ആവാറായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ കാവിലൊക്കെ പോയി തൊഴാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ പോണത്. അവിടെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ധ്യാനം ഈ റോട്ടിൽ കൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് അവൻ പറയാറുണ്ട് നമുക്ക് അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ധ്യാനമായിട്ട് റൈഡിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അവന് ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കണ ഒരു ഇതാണ്. ഇതിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് നിൽക്കുകയാണ്. ആയില്ല. ഞാനോട്ടാ ഏല കാരണ്ട് ഇവിടെ നോക്കിട്ട് പറ ഈ വണ്ടിയിലെ കാരണ്ട് ഗ്രൗണ്ടിൽ വണ്ടി ഇറങ്ങിയപ്പോൾ തൊട്ട് ധ്യാനം കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈ ബൈക്കിൽ കയറിയിട്ടേ ഞാൻ എങ്ങോട്ടുള്ളൂ എന്നുള്ള ഭാവത്തിലാണ് ഞാൻ ഇനി ഇതിൽ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവിടേക്ക് ഇനിയും വലിച്ച് പോവുകയാണ്. ഇതിൽ കയറണം പറഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം ആദ്യം അതിൽ തന്നെയാണ് കേട്ടോ കയറിയത്. ഞങ്ങൾക്കായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ വ്യക്തമായൊരു പ്ലാനിങ് ഇല്ലാണ്ടിരുന്നത്. പക്ഷേ ധ്യാനത്തിന് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ആദ്യം എവിടേക്കാണ് പോകുന്നത്, രണ്ടാമത് എവിടേക്കാണ് പോകുന്നത്, വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അവൻ ചൂണ്ടി കാണിക്കാൻ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് അവനവിടെ കളിപ്പിക്കുക. അതായിരുന്നു അവിടുത്തെ അവസ്ഥ കേട്ടോ. പിന്നെ ചെന്നപ്പോഴേ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നമ്മുടെ ഈ റൈഡുകളിലൊക്കെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് എന്താ ഇവിടെയൊക്കെ തിരക്ക് കുറവ് നോക്കുമ്പോൾ അപ്പുറത്ത് സ്റ്റേജ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക, എന്തോ ഡാൻസിൻ്റെ എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തായാലും ആ വസ്തുക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കൂടി ഭാഗം കാണിച്ചു തരാം. നമ്മൾ കുറച്ച് പേരാണ് കുട്ടികളായിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ റൈഡിലൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരക്കും കുറവുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. പിടിച്ചിരിക്കട്ടുണ്ണി.
അടുത്ത റൈഡിൽ കയറാൻ കാണാനായിട്ട് അവിടെ കാശ് കൊടുത്തോണ്ടിരിക്കട്ടെ. അത് ആ ബാക്കിൽ കാണുന്ന ആ ട്രെയിൻ പോലത്തെ റൈഡിലാണ് കേട്ടോ കയറുന്നത്. പിന്നെ ഇതാണ് സ്റ്റേജാണ് കേട്ടോ ആ കാണുന്നത്. അവിടെ നല്ല പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകണ്ട, അപ്പോൾ വീഡിയോ എടുക്കണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഈ ട്രെയിനിലൊന്ന് കയറാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ധ്യാനോട് ഞങ്ങൾ എന്തിലാണ് നമ്മൾ ഇരിക്കണത്, അപ്പോൾ അവൻ ട്രെയിനിലാണെന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൺ വോയിസ് ഇടാഞ്ഞ കാരണം സ്റ്റേജിൻ്റെ അവിടെ നിന്ന് നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇനി കോപ്പിറൈറ്റ് വരണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ വോയിസ് കൊടുക്കാൻ വിചാരിച്ചത് കേട്ടോ. ധ്യാനുവിൻ്റെ ചാട്ടം കഴിഞ്ഞപ്പോൾ അവന് നല്ല വിശപ്പായി പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിത്തായോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വന്നിരുന്നത്. അവൻ കുറേ നേരം നിർത്താണ്ട് ചാടിയിട്ട് അവൻ വീണില്ല, അവൻ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒപ്പമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വീണിട്ടൊക്കെ, അപ്പോൾ അവൻ ഒന്നിങ്ങനെ ചാട് തന്നെയാട്ടോ. അപ്പോൾ ക്ഷീണിച്ചുണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നെ സ്പൂണിൽ വാരി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നു. എന്നിട്ട് പിന്നെ ഒറ്റയ്ക്ക് വാരിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മളിരിക്കണതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ സ്റ്റേജ്. അപ്പോൾ നമുക്ക് അവിടുത്തെ പരിപാടി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണുന്നുണ്ട്, പിന്നെ കഴിക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ ഞങ്ങൾ കോളിഫ്ലവറും പിന്നെ അതേപോലെ കാളനും കേട്ടോ വാങ്ങിയത്. കാളൻ ധ്യാനൂട്ടനും കണ്ണേട്ടനും ഒക്കെ ഫേവറേറ്റാണ്. കോളിഫ്ലവർ ചില്ലി പിന്നെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും അങ്ങോട്ടും കഴിക്കില്ല, പക്ഷേ ഞാൻ മാത്രം കാളൻ കഴിക്കില്ല. അതെനിക്ക് താല്പര്യമില്ല, എനിക്ക് എന്താ അത് അത്ര ഇഷ്ടമായില്ല. സ്റ്റേജിലിപ്പോൾ ഡാൻസാണ് കേട്ടോ, ഡാൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് വരും വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വോയിസ് കൊടുക്കണം. അതിൻ്റെ സ്റ്റേജിൻ്റെ പ്രോഗ്രാമൊന്നും കേൾപ്പിച്ച് തരാത്തത്. നമുക്കത് നല്ല പണി കിട്ടും യൂട്യൂബിൽ നിന്ന്, കോപ്പിറൈറ്റ് വരും. അപ്പോൾ അത് കാരണമാണ്. പക്ഷേ നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാം ചെനക്കത്ത് ഒട്ടുമിക്ക പരിപാടികളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് കൂടാണ്ട് പിന്നുള്ള ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഞങ്ങൾ അത്ര എടുത്തില്ല. ഞങ്ങൾ ആ റൈഡിൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതൽ എടുത്തത്. പിന്നെ അവിടുത്തെ പൂരത്തിനെ കുറിച്ചിട്ടുള്ള പാട്ടാണ് കേട്ടോ പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ണായിട്ടിനോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് പ്രോഗ്രാം എന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആക്ഷനിലൂടെ നന്നായിട്ടുണ്ട് എന്നുള്ള ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഇരിക്കണതിൻ്റെ അവിടെ തന്നെ ഒരു കുൽക്കി സർബത്തൊക്കെ കണ്ടു കേട്ടോ. നമ്മളപ്പോൾ ആ ഭാഗത്തേക്കാണ് ഇനി അടുത്തത് പോയത്. 2 കുൽക്കി സർബത്താണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഞാൻ ശരിക്കും ആദ്യം പോയില്ല, ഇവരുടെ ഒപ്പം പോയില്ല. ഞാൻ അവിടെ കസാല തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പരിപാടി കാണുമായിരുന്നു. വാങ്ങിക്കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ കുടിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെയാണ് ഇവരെ നോക്കണ ആ ഒരു സമയത്ത് വേറെ ആർക്കും കൊടുക്കണത്, ആ ഏട്ടൻ കൊടുക്കണ സമയത്ത് ആ ഏട്ടൻ ചെയ്യണത് ഒരു കൗതുകമായിട്ട് തോന്നിയപ്പോൾ ഞാൻ അവിടേക്ക് ഫോണായിട്ട് പോയിട്ട് ഈ വീഡിയോ എടുത്താണ് കേട്ടോ. ഇതിപ്പോൾ ആ 2 നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അപ്പുറത്ത് വേറെ ആർക്കും വേണ്ടി. നമ്മൾ 2 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കൗതുകമായി പോയിട്ട് അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ധ്യാനൊക്കെ വെയിറ്റിംഗ് ആണ്, കൈക്ക് കിട്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്.
സർബത്തൊക്കെ കുടിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ അവിടെ കാശ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവുക വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കൂടി അവിടെ പരിപാടി കണ്ടിട്ട് നിന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മൾ കാവിലേക്ക്, പൂരത്തിൻ്റെ മുന്നേ കാവിലേക്ക് പോയിട്ടുള്ള വൈകുന്നേര വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ പിന്നെയും വൈകുന്നേരം ഇതേപോലെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൈഡിലൊന്നും കയറിയില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ തെയ്യം ഉണ്ടായിരുന്ന ദിവസത്തെ, അത് പല്ലാർമംഗലം ദേശത്തിൻ്റെ ആയിരുന്നു കേട്ടോ തെയ്യത്തിൻ്റെ പരിപാടി. അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണും. പിന്നെ വേറൊരു ദിവസം വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. ഇത് വേറൊരു ദിവസം ഗാനമേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തെ ഫോട്ടോയാണ്. അപ്പോൾ അന്ന് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണത്. അത് ജാസി ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നൊരു ഗാനമേളയായിരുന്നു കേട്ടോ. നമ്മുടെ എല്ലാം ഹരവുമായ ശ്രീ ജാസി ഗിഫ്റ്റ് അവർകളെ ചിനക്കത്തൂരിന്റെ മണ്ണിലേക്ക് പാലപ്പുറം ദേശത്തിന് വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള ഓരോ സംഗീത ഈ ഒരു നാടിന്റെ ശക്തി എത്രയുണ്ട്, മണിച്ചേട്ടൻ ഈ നാട് എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാവരും പൊക്കി പിടിച്ചോ, എല്ലാവരും പൊക്കി പിടിക്കും മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, ഈ ഒരു കാഴ്ച കണ്ണ് നിറയുന്ന കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും പൊക്കി പിടിക്കും മൊബൈൽ ഫോൺ. അപ്പോൾ ഗാനമേള അവിടെ നടക്കുകയാണ്. മൊത്തം അവരുടെ ടീം മൊത്തമായിട്ട് ഇപ്പോൾ പാടുന്ന പാട്ട് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ലജ്ജാവതിയെ ആ സോങ്ങാണ് കേട്ടോ. അടിപൊളിയായിരുന്നു ഗാനമേള. ഇവിടെ നിന്ന് സോങ് ഇടാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റ് വരും. അത് കാരണമാണ് ഞാൻ ഇവിടെ നിന്നും സോങ് ഇടാത്തത്. ഞാൻ ഷോർട്സിൽ എന്തായാലും ഈ ഗാനമേളയുടെ സൗണ്ടോട് കൂടിയിട്ട്, അതായത് സോങ് ആയിട്ട് ഇടാൻ നോക്കണ്ട് കേട്ടോ. പിന്നെ വേറൊരു ദിവസം ഇതേപോലെ വേറൊരു ഗാനമേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് റിമ്മി ടോമിയും പിന്നെ ശ്രീനാഥ് ഒക്കെ ഉള്ള ഗാനമേളയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പാണ് കേട്ടോ ഇത്. ഈ ഗാനമേളയും
ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം റിമി ടോമിയൊക്കെയാണ് വന്നുള്ളത്. നമ്മൾ അത്രയും ചിരിപ്പിക്കുക എന്നുള്ള ആ ഒരു അത്രയും അതിൻ്റെയും കാട്ടി ലെവലിൽ നമ്മളെ അങ്ങനെ ഇരുന്ന് ചിരിപ്പിക്കണ ഒരു ആളാണ് നമ്മുടെ റിമി ടോമി. അപ്പോൾ അതും ആ ഗാനമേള അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗാനമേളയ്ക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു. അത് സന്നിധാനത്തിനും പിന്നെ ജോബി ജോണും ദുർഗ വിശ്വനാഥൊക്കെ ആയിട്ടുള്ള ഒരു ഗാനമേളയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഇന്ത്യയിൽ നിന്ന് മിസ്സിങ് ആയി. ഞാൻ ചെറിയൊരു ക്ലിപ്പ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇന്ത്യയിൽ നിന്ന് മിസ്സിങ് ആയി. ഞാൻ അവിടെ ഒരു 5-6 പരിപാടിക്കാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ പോയ ദിവസത്തെ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മാസം മുന്നേ കാവിൽ പരിപാടികളൊക്കെ തുടങ്ങുന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനാകെ 5-6 പരിപാടിക്കൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പോയതും പിന്നെ പോവാത്തതുമായ എല്ലാ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇനി നമ്മുടെ ഗാനമേളയും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ പൂരാണ്. അപ്പോൾ പൂരം അതിഗംഭീരമായിരിക്കും. ഇനി അടുത്ത വീഡിയോ നമ്മുടെ പൂരത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.